വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 3 ബില്ലുകളിൽ ലോക്സഭ വൈകാതെ വോട്ടെടുപ്പ് നടത്തും. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ ഇന്നലെയാണ് സഭയിൽ എത്തിയത്. 2023 പാർലമെൻറ്റ് പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിന് വഴിയൊരുക്കാൻ എന്ന് വ്യക്തമാക്കിയാണ് NDA സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് വനിതാ സംവരണ ബിൽ അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. വനിതാ സംവരണം മറയാക്കി മറ്റു പലതും നടത്താനുള്ള നീക്കമാണെന്നാണ് രാഹുലിൻ്റെ ആക്ഷേപം. അധികാരത്തിൽ തുടരാനുള്ള BJPയുടെ തന്ത്രമാണിതെന്ന് രാഹുൽ പറയുന്നു. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് അധികാരം തട്ടിയെടുക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്നും കുറ്റപ്പെടുത്തുന്നു. അതേസമയം ബില്ലിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നത്. എല്ലാ സംശയങ്ങൾക്കും യുക്തിസഹമായ മറുപടി നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സമയമാണിത് എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ബില്ല് BJPക്ക് ഒരു രാഷ്ട്രീയ നേട്ടമാകുമോ, അതോ പ്രതിപക്ഷത്തിന് കരുത്തു തെളിയിക്കാൻ ഇത് ഒരു അവസരമാകുമോ? ന്യൂസ് 18 പൊതുവേദി ആ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ ഇന്ന് ചൂടേറിയ ചർച്ചകൾക്കാണ് ബില്ല് വഴിവെച്ചത്. ഏതായാലും ഇത് സംബന്ധിച്ച് നിരവധി വാദപ്രതിവാദങ്ങൾ നടന്നു. പ്രധാനമായും ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ എടുത്ത് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇത് വനിതാ സംവരണ ബില്ലല്ല, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഭൂപടം മാറ്റാനുള്ള ഒരു തന്ത്രമാണ് എന്ന് രാഹുൽ ഗാന്ധി വാദിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ അധികാരം സംരക്ഷിക്കുക എന്ന് ലക്ഷ്യം വയ്ക്കുന്ന ഒരു ബില്ലല്ല. അങ്ങനെ ഒരു ബില്ലായിരുന്നെങ്കിൽ ഈ നിമിഷം ഈ ഘട്ടത്തിൽ തന്നെ തങ്ങളും അതിനെ പിന്തുണച്ചേനെ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതോടൊപ്പം ഇത് രാജ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് മാപ്പ് തന്നെ മാറ്റുന്നതിന്, ഇലക്ട്രൽ മാപ്പ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ അധികാരം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇതുവഴി നടത്തുന്നത് എന്ന് BJPയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ശേഷം സംസാരിച്ച നിഷികാന്ത് ദുബെ ഇത് അത്തരത്തിലുള്ള രാഹുലിൻ്റെ ആക്ഷേപങ്ങളെ എല്ലാം തള്ളിക്കളയുകയാണ്. അത് ഒരു തരത്തിലും പിന്നാക്ക വിഭാഗങ്ങളുടെ ഒരു അധികാരം തട്ടിയെടുക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം രാജ്നാഥ് സിംഗും ഇതൊരു മാന്ത്രികത എന്ന തരത്തിലുള്ള രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചതിനെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം എന്നോടൊപ്പം ഫാദർ സാമുവൽ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗുഡ് ഈവനിങ് ഫാദർ സാമുവൽ. ഗുഡ് ഈവനിങ്. ഫാദർ സാമുവൽ കുറേ ദിവസങ്ങളായി ശ്രമിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങേക്ക് കിട്ടി അല്ലേ? ഓക്കെ, താങ്ക് യു. അതിൽ പ്രത്യേകിച്ച് ഇവിടുന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അത് തന്നെ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നു. ആയിക്കോട്ടെ, അത് സന്തോഷം. ഈ വിഷയം ഞാൻ മുമ്പ് വേറൊരു ചാനലിൽ പറഞ്ഞതാണ്. അതായത് സ്ത്രീ സംവരണം നല്ലതാണ്, അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിന്റെ പുറകിൽ വല്ല അജണ്ടയുണ്ടോ എന്ന് ഇനി ഡീറ്റെയിൽസ് ഒക്കെ വരണ്ടേ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞ കുറെയൊക്കെ ഞാൻ കേട്ടു. ഇത് എതിർപ്പായിട്ട് BJPയുടെ വക്താക്കളും സംസാരിച്ചിരിക്കുന്നത് ഞാൻ കുറെ ഭാഗങ്ങളൊക്കെ കേട്ടതാണ്. പക്ഷെ സ്ത്രീ സംവരണം നല്ലതാണ്, അത് വരട്ടെ. പക്ഷേ ഇടൻ അജണ്ട വല്ലതും ഉണ്ടോ എന്നത് നമുക്ക് കുറെ കൂടി കഴിയുമ്പോഴാണ് പറയാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് അത് മറച്ചു വെച്ച് പിന്നീട് പറയോ അല്ലെങ്കിൽ ഇപ്പം തന്നെ വ്യക്തമാക്കോ എന്നൊക്കെ നമുക്ക് വോട്ടെടുപ്പ് സമയത്തെങ്കിലും അറിയാൻ പറ്റും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം അങ്ങയുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം. ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപകുമാറൊക്കെ 4-ം തീയതിക്കുള്ള കാത്തിരിപ്പിലാണ് അല്ലേ? ഹലോ, നമസ്കാരം. നമസ്കാരം. 4-ം തീയതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അല്ലേ? 4-ം തീയതി എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പം അങ്ങയുടെ മണ്ഡലത്തിൽ ഒരു 2ാം സ്ഥാനത്ത് ആയെങ്കിലും BJP വരുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയിലാണ്. പാലക്കാട് ജില്ലയിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന
അല്ലെ മനുജിക്ക് നല്ല ഓർമ്മയാണ്, നല്ല ഓർമ്മശക്തി. എത്ര കാലം കഴിഞ്ഞ് പറഞ്ഞ കാര്യം അത്. ഞാൻ അന്നേ പറഞ്ഞു, അന്ന് പറഞ്ഞൊക്കെ ഞാൻ ഓർത്ത് വെച്ച് പിന്നെ ചോദിക്കുന്നത്. ഞങ്ങൾ 2ാം സ്ഥാനത്ത് ഉറപ്പല്ലേ? അതെ, 2ാം സ്ഥാനത്ത് ഉറപ്പാണ്. ഭരണം ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോ BJP ആയിരിക്കാം, ചിലപ്പോ. ഇത് അന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല എന്നൊരാശങ്കയുണ്ട്. സ്വാഭാവികമായും ഇനി അടുത്ത മാർഗം എന്ത് എന്ന ചോദ്യം ആണോ BJPക്ക് മുന്നിലുള്ളത്? അതോ ഇത് ആരെങ്കിലുമൊക്കെ പിന്തുണച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും എന്ന പ്രതീക്ഷയുണ്ടോ ശ്രീ ഗോപകുമാർ BJPക്ക്? ഈ വനിതാ സംവരണം ബില്ല് 2023 പാസ്സാക്കിയതാണല്ലോ. അല്ല, അതല്ല, ഇപ്പൊ ഡീലിമിറ്റേഷൻ കൂടി വന്നാലല്ലേ അത് നടപ്പിലാക്കാനാവും. മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യമാണ് ഇപ്പൊ സ്ത്രീ സുരക്ഷ, വനിതാ സുരക്ഷ എന്ന് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മെജോറിറ്റി കൊടുക്കാന്നുള്ള കാര്യത്തിൽ വനിതാ സംരക്ഷണ ബില്ലിന് എതിർ പാർട്ടികൾ, ഓപ്പോസിഷൻ പാർട്ടികൾ, കോൺഗ്രസ് ആവട്ടെ, ജനതാദൾ ആവട്ടെ, ജനതാ പാർട്ടി ആവട്ടെ, മറ്റേ എല്ലാ പാർട്ടികളും, മമതാ ബാനർജി വരെ എല്ലാവരും സമ്മതമാണ്. അവർക്ക് ഈ മണ്ഡല പുനർനിർണയമാണ് ഇപ്പൊ വിഷയമുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് മണ്ഡല പുനർനിർണയത്തിൽ ഇപ്പൊ നേരത്തെ സംസാരിച്ച ഫാദർ പോലും അതിന്റെ ഒരു ബേജാറിലാണ്. BJP എന്തെങ്കിലും ഉള്ളിൽ കണ്ടിട്ടുണ്ടോ? ഇവർക്കൊക്കെ ഉള്ള വിഷയം ഈ അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും കൂടിയിട്ട് നമ്മളത് പ്രേക്ഷകരാണല്ലോ മൂപ്പനും ഫാദർക്ക് അതേമാതിരിയുള്ള ആൾക്കാർക്ക്, കുറെ ആൾക്കാർക്ക് ഇങ്ങനെ വിഷയമുണ്ട്. BJP ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കടത്തിവിടാനുള്ള പരിപാടിയാണ്. ഇവരൊന്നും ഈ മലപ്പുറം ജില്ലയിൽ 2008 മണ്ഡല പുനർനിർണയം നടത്തിയിട്ട് 12 നിന്ന് 16 ആക്കിയില്ലേ? അപ്പൊ 4 സീറ്റ് മലപ്പുറത്ത് ജനസംഖ്യ അടിസ്ഥാനത്തിലല്ലേ കൂട്ടിയത്? 4 സീറ്റ് MLA സീറ്റ് കൂട്ടി. ഇവിടെ മറ്റേ പത്തനംതിട്ടയിൽ മറ്റേ സ്ഥലത്തൊക്കെ ഓരോരോ സീറ്റ് കുറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ആരും കണ്ടില്ലല്ലോ ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ഇവര് മുസ്ലിം ലീഗ് ആണല്ലോ മലപ്പുറം ജില്ലയിൽ. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാണ്ട് മുസ്ലിം വിരുദ്ധത പറയല്ല. മുസ്ലിം ലീഗ് എന്തെങ്കിലും ഉള്ളിൽ കൂടെ കടത്താൻ വേണ്ടിയിട്ടാണോ എന്ന് ആരും പറഞ്ഞില്ല. ഒരു ഫാദറും പറഞ്ഞില്ല, ഒരു കോൺഗ്രസ് പറഞ്ഞില്ല, ഒരു മുസ്ലിം ലീഗ് പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇപ്പൊ കേന്ദ്രത്തിൽ മൊത്തം ഈ പുതിയ പാർലമെന്റ് മന്ദിരം പുതിയത് ഉണ്ടാക്കുമ്പോ തന്നെ 800 ചില്ലാൻ ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം തയ്യാറാക്കിയത് എന്തിനാണ്? അതാണ് നരേന്ദ്രമോദിയുടെ മറ്റേ ദീർഘവീക്ഷണം. എല്ലാ കാര്യത്തിനും എല്ലാത്തിനും തടസ്സം നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആയിക്കോട്ടെ, പക്ഷേ ഇതിപ്പോ പാസ്സാകണ്ടേ? അതൊക്കെ പാസ്സാവുന്ന എന്താ പാസ്സാവായ? അതൊക്കെ പറയലല്ലേ, എല്ലാം പാസ്സാവും. മണ്ഡല പുനർനിർണയം പാസ്സാവും, എല്ലാം ക്ലിയർ ആവും. ഇവർ പക്ഷേ 3-2 ഭൂരിപക്ഷം ഉണ്ടാവും. BJPക്ക് 294 BJP സഖ്യകക്ഷികൾ. അതുകൊണ്ട് 3-2 ആവില്ല, എല്ലാരും വന്നാൽ. പക്ഷെ ഇവരിപ്പോ രാഹുൽ ഗാന്ധിയും മറ്റേ പ്രേമചന്ദ്രനും പോലും, പ്രേമചന്ദ്രനൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു MP ആണ്. കറക്റ്റ് ആയിട്ട് സംസാരിക്കാനും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിവുള്ള ഒരു MP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിയിലാണെങ്കിൽ കൂടി NK പ്രേമചന്ദ്രൻ നല്ലൊരു MP ആണ്. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. മൂപ്പര് പോലും പറയുന്നത് ഈ 2029 BJPക്ക് സ്വന്തമായി ജയിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് ഇപ്പൊ തന്നെ അതിനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ഞങ്ങളൊന്നും അടുത്ത കാലത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഇനി അതിലേ വരില്ലെന്നാണോ? വടക്ക് രാജ്യങ്ങളിൽ മുഴുവൻ ഉണ്ടായിരുന്ന വടക്ക് സംസ്ഥാനങ്ങള്, കിഴക്ക് വടക്കൻ സംസ്ഥാനങ്ങള്, ഇതൊക്കെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിരുന്നില്ലേ? ആ സമയത്തൊന്നും ഇവർക്ക് യാതൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇനി അവർ കോൺഗ്രസ് ആ ഭാഗത്തൊന്നും വരില്ല എന്ന് ഇവരിനെ തീരുമാനിച്ചോ? ഇപ്പൊ തന്നെ സംഭവം എത്ര 33% സ്ത്രീ സംവരണം കൊടുക്കാൻ തീരുമാനിക്കുന്നത്, ഈ മറ്റേ മണ്ഡല പുനർനിർണയം നടത്തുന്നതും ഈ 543 തന്നെ 33% സ്ത്രീകളെ കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഉള്ള കണ്ടീഷനിൽ എത്ര വനിതാ MP കേരളത്തിൽ ഈ 20 സീറ്റ്, ഓക്കെ, കേരളത്തിന് 20 സീറ്റുള്ള MP എത്ര വനിത അവിടെ MP ആയിട്ടിരിക്കുന്നുണ്ട്? ഈ സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെ 33%. ഇവർ കോൺഗ്രസ് കൊടുക്കുന്ന ഇതല്ലേ? 84 ഇതിൽ അനുച്ഛേദത്തിൽ പറയുന്നത് എന്താണ്? ഈ സമയത്ത് ഇത്രയും 30 കൊല്ലം 40-50 ഏതാണ്ട് 1971 ശേഷം 2026 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഇത് മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 2014 മോഡി വന്നിട്ടുള്ളൂ. ഇനി അത് ചെയ്യണമെന്ന് പറയാൻ ഇവരെ എങ്ങനെ സാധിക്കും? അമെന്റ്മെന്റ് പാസ്സാക്കി, അമെന്റ്മെന്റ് ഉണ്ടല്ലോ ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 മുന്നേ ഇത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള അധികാരമുണ്ട് മോദിക്ക് എന്നല്ല. ഇനിയിപ്പോ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണ് ഭരിക്കുന്നത് വെച്ചാൽ ആർക്കും അതിനുള്ള അധികാരമുണ്ട്. ഇവർ എല്ലാം നീട്ടിവെക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കോൺഗ്രസിന്റെ ഇത്. അവരെ കൊണ്ട് സാധിക്കില്ല. 370 മറ്റേ ജമ്മു കാശ്മീരിന്റെ 370 നീട്ടിവെച്ച് മോദി വരേണ്ടി വന്നു. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമ്പോൾ പേടിച്ചു. പിന്നെ ഈ മറ്റേ മണ്ഡല പുനർനിർണയം നീട്ടിവെച്ച് എത്ര കാലം നീട്ടിവെച്ച്? 50 കൊല്ലമായിട്ട് 1971 തുടങ്ങിയതല്ലേ പരിപാടി. 84 അനുച്ഛേദത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ജനസംഖ്യ അടിസ്ഥാനത്തിൽ. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം, കൃത്യവുമാണ്. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശരത്തെ,
ശരത്ത് എന്ത് പ്രതീക്ഷിക്കുന്നു? ഇത് ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമവാക്യമാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട്? അപ്പോ തുടക്കകാലത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയെ പറ്റി കേട്ടത് ഒരു വർഗീയമായിട്ടുള്ള ഒരു ഹിന്ദു പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. പിന്നെ അതിനുശേഷം BJP അധികാരത്തിലെത്തിയ ശേഷം ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുകയും ക്ഷേത്രങ്ങളുടെ ഏറ്റെടുപ്പൊക്കെ അവർ നടത്തുകയും അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി. ഈ കേരളത്തിൽ ഒരു ഭരണം കിട്ടണം, കേരളം കൂടാതെ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മറ്റുള്ള സ്റ്റേറ്റ് കൂടെ അവർക്ക് ഭരണം കിട്ടണം എന്നുള്ള ഒരു ഐഡിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിനകത്തുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് അവര് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നത്. കാരണം അവർക്ക് കേരളത്തിലും കൂടെ ഒരു ഭരണം കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ ഒരു ഐഡിയ മനസ്സിനകത്ത് വെച്ചുകൊണ്ടാണ് അവരുടെ രീതിയിലും അവരുടെ ഒരു കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ കേരളത്തിനകത്ത് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു കേരളത്തിനകത്ത് താമര വിരിയുമോ എന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കാണ് അവിടെ ലക്ഷ്യം. അതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ മഹി എന്നോടൊപ്പം കിള്ളിപ്പാലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ മഹി, ചുരുങ്ങിയ വാക്കുകളിൽ, ഞാൻ യൂട്യൂബ് പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ. അവസാനം സാറേ, ഈ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കണം എന്തെല്ലാം തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. ഞാനൊരു ഇടതുദിവസം നടന്നില്ലെങ്കിൽ BJP ഒരാൾ അഴിമതിയില്ലേ, ഈ 10 കൊല്ലം ഭരിച്ച് മൊത്തം മുടിച്ചില്ലേ ഇവിടെ കോൺഗ്രസ് എത്ര മന്ത്രിമാര്. ഞാനൊരു ഇടതുദിവസം അപ്പൊ നല്ല ഞങ്ങളുടെ കാര്യം ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലിയർ ആയി കേൾക്കാൻ കഴിയുന്നില്ല. ശരി, യൂട്യൂബിൽ ചില ആളുകൾ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കിഷോർ കോന്നി എന്നോടൊപ്പം ചേരുന്നു. ഹായ് മനു എന്ന് പറയുന്നുണ്ട്. മുരളീധരൻ നായർ MN എന്നോടൊപ്പം ചേർന്നു. മനുവിനെ കുറച്ച് ആളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സന്തോഷം, ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ശ്രീ ശശിധരൻ പിള്ളയ്ക്ക് എന്നെ മിസ്സായി എന്ന് പറയുന്നു. കുറച്ച് ദിവസമായി വിഷു ആഘോഷിക്കാൻ പോയതാണ്, ഇന്ന് നല്ല അടിപൊളി ലുക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ചെറിയ തോതിൽ വിഷു ആഘോഷിച്ചു എന്ന് പറയാം. ശശിധരൻ പിള്ളയ്ക്ക് നല്ല കൈനീട്ടമൊക്കെ കിട്ടിയെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ അതോ കൈനീട്ടം കൊടുക്കേണ്ടി വന്നതാണോ എന്നറിയില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ MP-മാർ ആരാകും? ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്ന് അവർ സമ്മതിക്കുന്നു എന്നാണ് പ്രമോദ് നാണു പറയുന്നത്. അപ്പോൾ ഹലോ മനു എന്ന് പറയുന്നു. ജോയ് മാത്യു, ഗ്രേറ്റ് ടു സീ യു എന്ന് പറയുന്നു. ഓക്കെ, ഗ്രേറ്റ് ടു ഹിയർ ഫ്രം യു ഓൾസോ ജോയ് മാത്യു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്, അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ ഞാനും സന്തോഷത്തിലാണ്. എനിക്ക് ഒരു 2 ഹൃദയക്കണ്ണുകളുള്ള സ്മൈലിയൊക്കെ അയക്കുന്നുണ്ട്. മനു സ്ക്രീനിൽ വരുന്നത് മേടച്ചൂടിൽ ഒരു സായാഹ്ന മഴ പോലെയാണെന്ന്. ശ്രീ മുരളീധരൻ, ഇങ്ങനെ പുകഴ്ത്തിയാൽ ഞാൻ വല്ലാതെ അഹങ്കാരിയായി പോകുമെന്നൊരു സംശയം എനിക്കുണ്ട്. ഏതായാലും കുഴപ്പമില്ല, അങ്ങയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക ആവേശവും ഉത്സാഹവുമാണ്. അപ്പോൾ ജോയ് മാത്യു പറയുന്നു, ഡീലിമിറ്റേഷൻ ബിൽ തീർച്ചയായും പാസ്സാകും, രാജ്യത്ത് ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നതിനാൽ ഇതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുന്നു. സുരേഷ് നായർ പറയുന്നു, ശ്രീ മനു, താങ്കളുടെ ഇന്നത്തെ പൊതുവിധി ചർച്ചയുടെ ഹെഡിങ് മോഡിയുടെ മനസ്സിൽ എന്തെന്നാണല്ലോ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറയുന്നത് മോദി സ്ത്രീ ശാക്തീകരണം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം അപ്പോൾ എന്താണ് എന്ന് നോക്കാം. ശ്രീജിത്ത് പത്തനംതിട്ടയിൽ എന്നോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത് കേൾക്കാമോ? കേൾക്കാം. നമസ്കാരം. പത്തനംതിട്ടയിൽ എവിടെയാ വീട്? എവിടെയാ? എന്റെ വീട് പന്തളത്താണ്. പന്തളത്തിനടുത്ത് തൊട്ടടുത്ത് കുളങ്ങര എന്ന് പറയും. കുളനട. അതെ. അല്ല, ഞാന് ഇപ്പൊ എന്റെ വനിതാ സംവരണ ബില്ല് ഇപ്പൊ ചർച്ച കിടക്കുന്ന സമയം, കറക്റ്റ് സമയം ഇപ്പൊ 4 മണിക്കാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തേക്കുന്നത്. വോട്ടിംഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇന്നത്തെ വോട്ടിങ്ങിന്റെ കാര്യത്തിനൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോ പക്ഷെ ഈ ഒരു ബില്ല് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോഴൊന്നും അല്ല, കുറെ കാലമായി. നമ്മുടെ നാട്ടിലെ ചില നിക്ഷിപ്ത താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചിന്താഗതി കൊണ്ട് മാത്രം ഇത് കുറെ കാലമായിട്ട് ഇങ്ങനെ പോയിരിക്കും. പക്ഷേ ഇവരുടെ പ്രശ്നം ഇവിടെ ഡീലിമിറ്റേഷനിലാണ്. ഇവര് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിപ്പോ ഡീലിമിറ്റേഷൻ വരും എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞ കാര്യമാണല്ലോ ഇവര്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന സമയത്ത് അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിയെ സംബന്ധിക്കുന്ന ചർച്ചകൾ വന്നിരുന്നു. നമ്മുടെ മലയാള മാധ്യമങ്ങൾ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ പക്ഷെ മറ്റുള്ള ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു, ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു. അതിനകത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി മറ്റുള്ള പഴയ പാർലമെന്റ് മന്ദിരത്തിനെക്കാട്ടിൽ കൂടുതലായിരുന്നു. അത് ഇപ്പോഴത്തെ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് അന്നേ ഇത് ചർച്ചയിലുണ്ടായിരുന്ന കാര്യമാണ്. മാത്രമല്ല 2029 നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യവും നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരുന്നു ഈ പറയുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ചെലവാക്കുന്ന അനാവശ്യമായി ചെലവാക്കി കളയുന്ന തുകയെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരേ രീതിയിലേക്ക് ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ കഴിയും. 2, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്തേക്ക് കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു MP എന്ന് പറയുന്ന വ്യക്തിക്ക് അവന്റെ പാർലമെന്റിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലെ എല്ലാ ഭാഗത്തും ഓടിയെത്താൻ സാധിക്കുന്നില്ല
എന്നുള്ള പരാതിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ് ഞാൻ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കൂടെ ചേർന്നതാണ് ഞങ്ങളുടെ മണ്ഡലം. എല്ലാ ദിവസവും പാർലമെന്റിന്റെ എല്ലാ ബോക്കിലും എത്തണമെന്നുണ്ടോ? ഇല്ല. മാത്രമല്ല ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നതിന്റെ ദൃശ്യം കാണുന്നവരാണ് നമ്മൾ. അപ്പോ അതിലൊക്കെ ഒരുപക്ഷെ എന്നെ എതിർക്കില്ല. എങ്ങനെ കേട്ടില്ല? പ്രധാനമന്ത്രി രാജ്യത്തിന്റെ എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്ന ദൃശ്യം കാണുന്നവരാണ് നമ്മൾ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങ് എന്നെ എതിർക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരു MP ഓടിയെത്തുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടതുണ്ടോ? അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് പല ഇലക്ഷൻ പ്രചരണത്തിന് മാത്രമോ അല്ലാതെ ഇലക്ഷന് മുമ്പ് എത്ര തവണ ഇപ്പൊ കേരളത്തിൽ വന്നു, എത്ര തവണ തമിഴ്നാടിൽ വന്നു, പിന്നെ ഇവിടെ കന്യാകുമാരിയിൽ വന്നു, നോർത്ത് ഈസ്റ്റ് മറ്റ് എത്ര തവണ മറ്റ് സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പോയി. അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് ഓടിയെത്താവുന്ന സ്ഥലമാണ് രാജ്യം എന്ന് വ്യക്തമായില്ല. അപ്പോൾ ഒരു MP ഒരു പാർലമെന്റിൽ ഓടിയെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ പാർലമെന്റിൽ അംഗങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞാൽ അതിന് ഒരുപാട് ന്യൂനതകളുമുണ്ട്. അതായത് അവരുടെ ഒരു MP-ക്ക് അനുവദിച്ച് കിട്ടുന്ന ആ തുക കൊണ്ട് കൃത്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിൽ ചെയ്യുവാൻ വേണ്ടി ഈ പറയുന്ന ആ നിശ്ചിതമായ ഒരു ഏരിയ ആണെങ്കിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കാൻ പറ്റും. വികസന പ്രവർത്തനങ്ങൾ കൂടുതലായി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ശ്രീജിത്ത്, ഞാൻ വിചാരിക്കുന്ന അത് എനിക്ക് നേരെ വിരുദ്ധാഭിപ്രായമാണ്. കാരണം ഈ ജനശ്രദ്ധയ്ക്ക് ആവശ്യത്തിലധികം ജനപ്രതിനിധികളുണ്ട്. ഒരു ബ്ലോക്ക് മെമ്പറുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പറുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, MLA ഉണ്ട്, പിന്നെ MP ഉണ്ട്, അതിന് മുകളിൽ രാജ്യസഭ ഉണ്ട്. ഇത്രയും ജനപ്രതിനിധി വേണോ എന്ന് തന്നെ ഞാൻ ആലോചിക്കുകയാണ് ചില സമയത്ത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഭാരതം. 145 കോടി. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള രാജ്യമാണ് ഈ നാട്. ഇത്ര ജനപ്രതിനിധികൾ എവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഈ പറയുന്ന ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ സ്വാഭാവികമായും അവരുടെ പാർലമെന്റ് ഏരിയ കുറഞ്ഞേ സാധിക്കുള്ളൂ. അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ട് ഈ പറയുന്ന ആളുകളിലേക്ക് ശ്രദ്ധ കിട്ടാൻ സാധിക്കുള്ളൂ. കൃത്യമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, കൂടുതലായ ശ്രദ്ധ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിലെ അധ്യാപകരുടെ അവസ്ഥ പോലെ തന്നെയാണ്. കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയും എന്നതുപോലെ തന്നെ ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രവുമല്ല, ഈ രാജ്യത്തെ സ്ത്രീജനങ്ങൾ സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവർ കൂടുതൽ ശാക്തീകരിക്കപ്പെടും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. 50% സംവരണം വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒന്നും അല്ലാതിരുന്ന പെണ്ണുങ്ങൾ പലരും ഇന്ന് പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ഒക്കെ ആയി മാറിയില്ലേ? അവര് മുന്നോട്ട് കടന്നു വരട്ടെ. എന്തിനാണ് അവരെ ഇങ്ങനെ അടിച്ചമർത്തി ഭരിക്കുന്നത്? പുരുഷ മേധാവിത്വം മാത്രം പോരായല്ലോ. അങ്ങനെ അതല്ല, ആ കാലഘട്ടത്തനുസരിച്ച് മാറ്റം വരണം എന്നുള്ളതാണ് എന്റെ ചിന്താഗതി. അല്ല, അതിന് പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞില്ലേ, ഞാൻ ഈ നിമിഷം അംഗീകരിക്കാൻ തയ്യാറാണ്, സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നതിന് ഈ ഇതിൽ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ അവരുടെ ശക്തി കുറയുന്ന തരത്തിലുള്ള ഒരു ഡീലിമിറ്റേഷൻ ആണ് വരുന്നത്. അതാണ് അവർ പറയുന്ന ന്യായീകരണം. അല്ല എന്ന് എതിർക്കാണ് ഇപ്പൊ കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷ കക്ഷികളും. കൃത്യമായിട്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കൃത്യമായിട്ട് ഈ നിങ്ങളുടെ ന്യൂസ് 18 തന്നെ കാണിച്ചിരുന്ന കാര്യമാണ് തമിഴ്നാട്ടിലെ സീറ്റുകളുടെ എണ്ണത്തിന്റെ വർധനവ്. അവർക്ക് എത്ര പെർസെന്റേജ് വർധനവ് ഉണ്ടാവുന്നു ന്യൂസ് 18 വന്നില്ല ഇതില്. ആ പറയുന്ന വർധനവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന കേരളത്തിൽ സീറ്റ് വർദ്ധിക്കുമ്പോൾ ആർക്കാ ഗുണം ചെയ്യുക? ഈ പറയുന്ന കോൺഗ്രസിന്റെ ആൾക്കാർക്കല്ലേ ഗുണം ചെയ്യുക? കാരണം പെർസെന്റേജ് അനുസരിച്ച് ഈ പറയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നത് വടക്കൻ കേരളത്തിലാണ്. ആ വടക്കൻ കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളിലാണ് സ്വാഭാവികമായിട്ട് കൂടുന്നത്. അതെന്താ അവർ ചിന്തിക്കാത്തത്? ഈ പറയുന്ന ഡെമോഗ്രാഫിക്ക് അനുസരിച്ച് സ്വാഭാവികമായ മാറ്റം വരുത്തുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയല്ലേ? 83-ാം വകുപ്പിനകത്ത് വിശദീകരിക്കുന്നതിന് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരട്ടെ, നല്ല കാര്യമല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ അങ്ങ് ദീർഘനേരം സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോടൊപ്പം അടുത്ത് പിന്നെ പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ പീതാംബരൻ കേൾക്കാമോ? ഹലോ, കേൾക്കാമല്ലോ. എങ്ങനെ വിഷു ഒക്കെ കലക്കിയോ ശ്രീ പീതാംബരൻ? വിഷുവൊക്കെ അടിച്ചു പൊളിച്ചല്ലേ ആളുകൾ? കൈനീട്ടമൊക്കെ കൊടുത്തോ അതോ കൈനീട്ടം കിട്ടിയോ? പിന്നെ കൈനീട്ടം ഒന്നും പറയട്ടെ, കൈ നിറഞ്ഞിരിക്കുകയാണ്. കായൊക്കെ നിറയെ കൈനീട്ടം കിട്ടിയല്ലേ? പിന്നെ അടിപൊളിയായിരുന്നില്ലേ? അത് ശരി. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് കൈനീട്ടം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പൊ ഇന്നിപ്പോ വലിയ തർക്കം നടക്കുകയാണ്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഈ വിഷയത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ നമ്മൾ പലത് കേട്ടു. ശ്രീ പീതാംബരൻ ആരുടെ പക്ഷത്താണ്?
ഞാൻ നല്ലത് ചെയ്യുന്നതാരോ അവരുടെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ. രാഷ്ട്രീയമല്ല പ്രശ്നം. നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും എന്ത് ഗുണം ചെയ്യുന്നുവോ അവരുടെ കൂടെ നിൽക്കേണ്ടത് ഒരു സാമാന്യ മര്യാദ. ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് അവർ രാഷ്ട്രീയം കളിക്കുകയാണ്. എന്ത് പറഞ്ഞാലും എതിർക്കണമെന്നുള്ളൊരു അജണ്ടയാണ് ഇപ്പൊ അവർക്കുള്ളത്. ഇവിടെ സ്ത്രീകള് നാട്ടിൽ കൂടി അവർക്ക് സംവരണം വന്നാൽ അവര് എല്ലാ ഭരണതലത്തിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ അഴിമതി കുറയും. ഈ അഴിമതി വീരന്മാരല്ലേ ഇവര്. കാരണം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നമുക്കറിയാം. എന്തൊക്കെയാണ് ഇന്ന് വിളിച്ചു പറഞ്ഞത്? നോട്ട് നിരോധനം. ഇവിടെ കള്ളനോട്ട് നിരോധിക്കാൻ വേറെ മാർഗം വല്ലതുകൊണ്ടോ? അതൊക്കെ ചെയ്തതിനെ പറ്റിയാണ് ഇപ്പൊ അല്ലാണ്ട് ഈ ബില്ലിനെ കുറിച്ചല്ല പറഞ്ഞത്. കൂടുതലും ഈ വായത്താളം പഠിച്ച് നിൽക്കാനല്ലാണ്ട് ഇവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചേക്കണം? മുത്തച്ഛൻ മുതലി അമ്മുമ്മ മുതലി അച്ഛൻ മുതലി ഇങ്ങോട്ട് വന്നേക്കണ ഭരണം നമുക്കറിയാം. ഈ പറഞ്ഞ വ്യക്തിയേക്ക നാട് കുട്ടിച്ചോറായില്ലേ ഇവിടെ? എന്ത് സംഭവിച്ചു? ഈ അന്നും ഇല്ലേ ഈ സ്ത്രീകൾ ഇവിടെ? കുട്ടികളില്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും സംരക്ഷണം കൊടുക്കാതെ കഴിഞ്ഞില്ലല്ലോ അവർക്ക്. ഇന്നിപ്പോ അതല്ല, നാട് മുഴുവൻ ഇളക്കി മറിച്ച് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒരാളാണ് BJP എന്ന് പറയുന്നത്. ഞാൻ അവരെ അനുകൂലിച്ച് പറയണമല്ല, അവരെ സമ്മതിക്കണം ആ കാര്യത്തിൽ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു. ഇനിയും സ്ത്രീകൾ വരട്ടെ, സ്ത്രീകൾ തന്നെ. അല്ലാണ്ട് ഈ വായത്താളം കൊണ്ടൊന്നും രക്ഷയില്ല. ഉള്ള ടീച്ചറൊക്കെ പോയി ഒന്നുമില്ലാണ്ടിരിക്കുമ്പോ എന്ത് വേണമെങ്കിലും പറയാല്ല. ഭരണത്തിലിരിക്കുമ്പോ ഒന്നും ചെയ്യല. ഇല്ലാത്തപ്പോ എന്ത് വേണമെങ്കിലും പറയാല്ല. ഒരു ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കൃത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രീനിവാസൻ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീനിവാസൻ, ഇത് വലിയ നേട്ടം എന്ന തരത്തിലാണ് BJPയും അവരുടെ അംഗങ്ങളും ഒക്കെ പറയുന്നത്. ശ്രീനിവാസൻ എന്ത് കരുതുന്നു? ഇത് BJPക്ക് നേട്ടം ഉണ്ടാവും. കാരണം മോഡിയിലെ ഇതൊക്കെ കുതന്ത്ര ബുദ്ധിന് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ 3-4 സ്റ്റേറ്റുകളിൽ UP, ബീഹാർ, രാജസ്ഥാൻ ഇവിടെയൊക്കെ സീറ്റുകൾ എണ്ണം കൂട്ടിയിട്ട് ഏകകക്ഷി ഭരണം തുടങ്ങാനുള്ള പരിപാടിന്. അല്ലാണ്ട് സ്ത്രീകൾ കോൺഗ്രസ് അനുഭാവിയാണല്ലോ. അപ്പൊ അവിടെ കോൺഗ്രസിനൊന്നും ഇനി സാധ്യത ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു അങ്ങനെയുണ്ടോ? അതല്ല, സ്ത്രീകളുള്ള മുതലക്കണ്ണീരൊന്നും മോഡിയെ കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയ തന്ത്രത്തിന് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാണ്ട് നേരമൊന്നുമില്ല. അവരാരെ പാർട്ടിക്ക് നിലനിർത്തുന്നത്. സ്ത്രീ സുരക്ഷ വേണം, അത് ഞാൻ അതിനൊക്കെ സപ്പോർട്ട്. പക്ഷെ ഇതൊരു കൂടന്തര ബുദ്ധി. അപ്പൊ ആളുകളുടെ MP-മാരുടെ എണ്ണം കൂട്ടേണ്ട, ഉള്ള MP-മാർ മതി എന്നാണ് അല്ലേ? അതെ, MP-മാരെ എണ്ണം കൂടെ നമ്മുടെ കേരളത്തിൽ 20 30 ആവും. UP-യിലൊക്കെ 200 250 ആവും, 300 ആവും. അതുപോലെയൊക്കെ ആവുമ്പോ ഏകകക്ഷി ഭരണത്തിന് ഇപ്പൊ തന്നെ ഈർക്കിളി പാർട്ടികളുടെ സ്വാധീനത്തിലല്ലേ നിൽക്കുന്നത് മോഡി. 5-6 സീറ്റുകൾ അവര് പിൻവലിച്ച സ്ഥാനം ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതാവാൻ വേണ്ടിയിട്ടുള്ള കുടുംബ ബുദ്ധിനും മോഡിയുടെ അരിയാകാരം കഴിക്കുന്ന ആൾക്കാരില്ല നമ്മളവിടെ ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നയനത്തിന് വേണ്ടി മുതലക്കണ്ണിരുന്ന അയാൾ ഒഴുക്കണ്ട. രാഹുൽ ഗാന്ധി ഇന്നിപ്പോ പറഞ്ഞപ്പോ അയാൾ എന്താ പറഞ്ഞു, നമുക്ക് നോക്കാം എന്ന്, നിങ്ങളുടെ പിന്തുണ വേണം. ഇപ്പൊ എന്താ രാഹുൽ ഗാന്ധിയോടുള്ള സമീപനം? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് മിണ്ടില്ല. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ പാർലമെന്റിൽ സമയം വരെ കൊടുക്കില്ല. അത്ര എതിർത്ത ഇപ്പൊ ഇന്നെന്താ പറഞ്ഞു, നിങ്ങളെ ഒരു പിന്തുണ വേണം എനിക്ക്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ബില്ലിന് തോൽപ്പിക്കുക തന്നെ വേണം. സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. കൃത്യമാണ്. അപ്പോൾ മുരളി 3675 എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് മുരളി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാൻ സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, AK കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ കളിയിൽ ഏറ്റവും നഷ്ടം കേരളത്തിനായിരിക്കും എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നു. ജയകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. ഷിബു കുമാർ ഗോപാലൻ നായർ എന്നോട് പറയുന്നു, മണ്ഡല പുനർനിർണ്ണയം വളരെ അത്യാവശ്യമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലത്തിനൊത്ത് മാറണം എന്ന് പറയുന്നു. ജയകുമാർ ഉണ്ട്. ബോഡി മൈൻഡ് ഹോമിയോപ്പതി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സുനിൽ കുമാർ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട് കുറേ ദിവസമായി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയച്ചു തരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഒന്നും പറ്റിയിട്ടൊന്നുമല്ല, ഞാൻ നമ്മൾ കുറച്ച് നേരം വിഷുവൊക്കെ ആഘോഷിക്കാനും കൈനീട്ടം കൈപ്പറ്റാനും ഒക്കെ ആയിട്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ ശശിധരൻ പിള്ളை പറയുന്നു, നമുക്കൊരു ഹർത്താൽ നടത്തിയാലോ എന്ന് പറയുന്നു. കുറേ നാളായി ഹർത്താൽ കണ്ടിട്ടെന്ന്. അത് ശരി, ആളുകൾ ഹർത്താലില്ലാത്ത ഒരു നാടിനെക്കുറിച്ച് സ്വപ്നം കാണാം. മനു വരുമ്പോഴെല്ലാം സ്ക്രീനിൽ പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കും എന്നോട് ജോയ് മാത്യു പറയുന്നു. ഓക്കെ, സ്ത്രീകളുടെ പേര് പറഞ്ഞ് ഡീലിമിറ്റേഷൻ ബില്ല് ഒളിച്ചു കടത്തുന്ന മാജിക്കാണ് മോദിയുടെ മനസ്സ് എന്ന് ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നു. ജയകുമാർ എന്നോട് പറയുന്നു, സുന്ദര സായാഹ്നം എല്ലാവർക്കും നേരുകയാണ് എന്ന് പറയുന്നു. ശ്രീ മുരളി പറയുന്നത്, ഇന്ത്യക്കാർക്ക്
ഗുണമുള്ള ഒരു കാര്യവും ചെയ്യാൻ ഇന്ത്യ മുന്നണി സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. കുറിപ്പ് പറയുന്നത് സൈക്കിൾ ചവിട്ടുന്ന സാറിനോട് കൃത്യമായി കമൻറ്റ് വായിക്കാൻ പറയണം. ശരി, കിരൺ ബാബു കമൻറ്റ് വായിക്കുന്നില്ലേ? വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോഴൊക്കെ കമൻറ്റ് ഇരുന്ന് വായിക്കുന്നതാണല്ലോ. നോക്കാം നമുക്ക് എന്താണ് അങ്ങനെ ഒരു പരാതി വരാൻ കാരണമെന്ന് ഞാൻ നോക്കാം. ജയകുമാർ, സുനിൽകുമാറൊക്കെ ഉണ്ട് നമുക്കൊപ്പം. അപ്പോൾ പിന്നെ എന്നോട് എ കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ജനസംഖ്യ നിയന്ത്രണം പാലിച്ചതിന് നമ്മൾ ശിക്ഷ അനുഭവിക്കണോ എന്ന് പറയുന്നു. മനു വന്നപ്പോൾ വേനലിൽ മഴ വന്ന പോലെ എന്ന് ഒരാൾ പറയുന്നുണ്ട്. ഓക്കെ, മനുവിനൊരു കൈനീട്ടം കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് സാധിക്കില്ലെന്ന് എൻ്റെ ശശിധരൻ പിള്ളൈ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് ഇത് കൈപ്പറ്റി തന്നെ. ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല, നമുക്ക് വയലാർ എന്ന് പറയുന്ന സ്ഥലം അത്ര ദൂരമുള്ളതൊന്നുമല്ല. അപ്പോൾ പീതാംബരൻ പറഞ്ഞത് ശരിയാണെന്ന് ശ്രീ മുരളി പറയുന്നു. ഇന്ന് പൊതുവേദി കമൻറ്റ് ബോക്സ് ഇല്ലെന്ന് തോന്നുന്നു എന്ന് ജയകുമാർ പറയുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൃഷ്ണദാസ് പറയുന്നു വർഷത്തിലൊരിക്കൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവർ ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടുന്നതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവേദി എന്ന് എൻ്റെ പൊന്ന് സുനിൽ. അപ്പോൾ എനിക്ക് നൗ വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ ഹൃദയമൊക്കെ അയച്ചു തരുന്നുണ്ട് സുനിൽകുമാർ. സന്തോഷം സുനിൽ. അത് കേൾക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ, ആ ചുവന്ന ഹൃദയം കാണുമ്പോൾ തന്നെ എൻ്റെ യഥാർത്ഥ ഹൃദയവും ചുവന്ന് തുടുക്കുകയാണ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും ഇന്ന് വിഷുവിന് കൈനീട്ടം തരുന്നത് 50 പൈസയുടെ വികാരം ഇന്ന് ഞാൻ കൊടുക്കുന്ന 500 രൂപയ്ക്കില്ല എന്ന അതൊരു സത്യമാണ്. കാരണം അന്ന് ചെറിയ തുകയാണ് കൈനീട്ടം കിട്ടുന്നതെങ്കിലും അതിനൊരു കുറേ കൂടി ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം എന്തോ അത്രയൊരു ഇത് കുറവാണ് അല്ലേ? വലിയ പൈസ കിട്ടിയാലും ആ ഒരു എന്തോ ഒരു സംതിങ് ഈസ് മിസ്സിങ് എന്ന് തോന്നുന്നു എന്ന് ശ്രീ മുരളീധരൻ നായർ പറയുന്നത് ഉണ്ടെന്ന് ഞാനും വിചാരിക്കുന്നു. ഏകകക്ഷി ഭരണം കുറച്ച് കമൻറ്റുകൾ വായിച്ച് ജയകുമാർ ഇനി വായിക്കും എന്ന് പറയുന്നു. ഓക്കെ, കൃഷ്ണൻകുട്ടി പറയുന്നത് കേരള കോൺട്രിബ്യൂട്ട്സ് അപ്രോക്സിമേറ്റ്ലി 3.8 to 4% ഓഫ് ഇന്ത്യസ് GDP. പക്ഷേ നമുക്കെന്താണ് തിരിച്ചു കിട്ടുന്നത്? കനത്ത നഷ്ടം എന്ന് പറയുന്നു മുരളി. അപ്പോൾ ശശിധരൻ പിള്ളയ്ക്ക് 500 രൂപ കൈനീട്ടം കിട്ടി, 1250 രൂപ ചിലവുമായി. വെരി ഗുഡ്. അപ്പോൾ ഇത് കുറച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് കൈനീട്ടം കൊടുക്കാം, അവർക്കൊരു സന്തോഷമാകട്ടെ ശ്രീ ശശിധരൻ പിള്ളൈ. അപ്പം സുനിലെ കഞ്ഞിയിൽ ഉപ്പ് കൂടിയതാണോ കുറഞ്ഞതാണോ? ഓക്കെ. അപ്പം അഭിജിത്ത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രേക്ഷകൻ, മനുചേട്ടൻ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. കുറച്ച് ദിവസമായി കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് മനുചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് കാണാൻ ഒരു സുഖമില്ല എന്ന് പൊതുവേദി. ഓക്കെ, ശരി, അപ്പോൾ സന്തോഷം. അപ്പോൾ അഭിജിത്തിനെ കാണാത്തിരുന്നുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ടായിരുന്നു. അതായത് അഭിജിത്തിനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഷിജു കുര്യത്ത് എന്നോടൊപ്പം ചേർന്നു. നമസ്കാരം, സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഈവൻ ടുഡേ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി പൊതുവേദി അപ്ഡേറ്റ്സ് മനു. വൈ ദിസ് ഇസ് ഹാപ്പനിങ് അത് ചോദിക്കണമല്ലോ, നമുക്ക് അന്വേഷിക്കാം. സദാശിവൻ എന്നോട് പറയുന്നു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരട്ടെ എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ശ്രീ അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു, ചങ്ങനാശ്ശേരി നിന്ന്. ശ്രീ അജയ് കുമാർ, ധാരാളം പൈസയൊക്കെ കൈനീട്ടം കൊടുത്ത് ചിലവായോ? അല്ല, മുമ്പേ ഒരു സുഹൃത്ത് പറഞ്ഞില്ലേ 500 കൊടുത്തു 1500 പോയി. ഈ നമുക്ക് പ്രായം കൂടുന്തോറും കൈനീട്ടം ഒരു നഷ്ടക്കച്ചവടമായി മാറുകയാണ്. ചെറുപ്പത്തിൽ ധാരാളം കിട്ടുകയായിരുന്നു, കൊടുക്കുകയാണ്, ഇപ്പൊ കൂടുതൽ കൊടുക്കുകയാണ് അല്ലേ? കൈനീട്ടം നിർത്താൻ ഒരു ബില്ല് കൊണ്ടുവരുന്നതിനെ പറ്റി നമുക്ക് സജഷൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഈ 33% വുമൺ റിസർവേഷൻ ബില്ലാണോ ഡീലിമിറ്റേഷൻ ആണോ എന്താണ്? വുമൺ റിസർവേഷനെ അവർ അക്സെപ്റ്റ് ചെയ്ത സംഭവമാണല്ലോ. അവരുടെ വിഷയം ഡീലിമിറ്റേഷൻ ബില്ലാണ്. ഡീലിമിറ്റേഷനിൽ സൗത്ത് ഇന്ത്യക്ക് പ്രോമിനൻസ് കിട്ടില്ല, നോർത്ത് ഈസ്റ്റിന് പ്രോമിനൻസ് കിട്ടില്ല. അതുപോലെ അതേ സമയത്ത് BJPയുടെ സ്ട്രോങ് ഹോൾഡ്സിൽ കൂടുതൽ MP മാർ വരും. അത് 2029 പരാജയ ഭീതി കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷേ നേരെ ഇവർ മറിച്ച് പറയുന്നു, അവിടെ BJPക്ക് സ്ട്രോങ് ഹോൾഡ്സിൽ അവർ ആളെ കൂട്ടാൻ നോക്കുന്നു എന്ന് അവരും പറയുന്നു. ഓക്കെ, നമുക്കത് വിശദമായിട്ടൊന്ന് പരിശോധിച്ചു പോകാം. ഞാനതൊന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ നമുക്ക് 543 അംഗങ്ങളല്ലേ? ഈ 543 അംഗങ്ങളെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന 1971 സെൻസസ് പ്രകാരമാണ്. എന്ന് പറയുമ്പോൾ 10 ലക്ഷം പേർക്ക് ഒരു MP ഏകദേശം. ഇപ്പം 147 കോടിയുണ്ട്, ഏകദേശം 1.5 ബില്യൺ. ആ കണക്കും പ്രകാരം ഒന്ന് ഡിവൈഡ് ചെയ്ത് പോകുമ്പം 27 ലക്ഷം പേർക്കാണ് ഒരു MP ഉണ്ടാവേണ്ടത്. ശരിയാണോ? കണക്ക് ശരിയാണോ? കണക്കും രാഷ്ട്രീയം രണ്ടും. ഞാൻ ചോദിക്കുന്നത് ഇനി ശ്രീ അജയ് കുമാറിന്റെ അവിടെ ഒരു MP ഉണ്ടല്ലോ, അവിടെ അത് ആ MP-ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ ഡിവിഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ കമ്പ്യൂട്ടറില്ല, യാതൊരു സാങ്കേതിക സംവിധാനവുമില്ല. ഇന്നൊരു യോഗം വിളിക്കണമെങ്കിൽ തന്നെ ഗൂഗിൾ മീറ്റാണ് പലരും ആശ്രയിക്കുന്നത്. എല്ലായിടത്തും പോകേണ്ട കാര്യമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ആ കാലഘട്ടത്തിൽ ഒരു MP നേരിട്ട് അവിടെ ചെല്ലണമായിരുന്നു. റോഡുകൾ ഉണ്ടായിരുന്നില്ല, ഗതാഗത സംവിധാനം ഉണ്ടായിരുന്നില്ല, ഒരു MP-ക്ക് നല്ലൊരു കാർ ഉണ്ടായിരുന്നില്ല, പോകാൻ വഴി ഉണ്ടായിരുന്നില്ല. ഇന്ന് സാഹചര്യമൊക്കെ മാറി.
ഒരു എം പിക്ക് 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ പാലക്കാടിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമായി. തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലെത്താൻ എത്ര സമയം വേണമെന്ന് നമ്മളിപ്പോൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാവില്ലേ? ഇത് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാളവണ്ടി യുഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുമായി നമ്മൾ ഇനിയും പോണോ ശ്രീ അജയ്കുമാർ? എന്നെ പറയാൻ അനുവദിച്ചില്ല. അനുവദിക്കാൻ അങ്ങേക്ക് കൂടുതൽ സമയം തരാനാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. കറക്റ്റ്. ഓക്കെ. അപ്പം അന്ന് 10 ലക്ഷം പേർക്കാണ് ഒരു MP ഉണ്ടായത്. നമ്മളിപ്പോ അതല്ലേ ഞാൻ എതിർത്തത്. അത് അന്നത്തെ കണക്കിൽ ഇന്ന് എടുക്കണമെന്ന് ചോദിക്കണേ. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ 27 ലക്ഷം ആൾക്കാർക്കാണ് ഒരു MP. 27 ലക്ഷം ആൾക്കാർക്ക് ഒരു MP എന്ന് പറയുമ്പോൾ കേരളത്തിലെ കണക്ക് കൂട്ടിയാൽ കേരളത്തിൽ 17 ലക്ഷം. അതാണല്ലോ ഞാനിത് ആയതോട്ട് അന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 33 കോടി പേർക്കായിരുന്നു ഒരു പ്രധാനമന്ത്രി. ഇന്ന് നമുക്ക് 140 കോടി പേർക്ക് ഒരു പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് പഞ്ചായത്ത് അംഗങ്ങളെ പോലും ഗൂഗിൾ മീറ്റിലൂടെ ഇന്ത്യയിൽ മുഴുവനുള്ള ആളുകളെ വിളിച്ച് ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ അങ്ങയുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പൊ നമുക്ക് 5 പ്രധാനമന്ത്രി. ഞാൻ ഈ കണക്കല്ല പറയുന്നത്, ഞാൻ ഭരണഘടനയുടെ കണക്കിലേക്കാണ് വരുന്നത്. എന്നെ ഒന്ന് അനുവദിക്കൂ, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ. ആർട്ടിക്കിൾ 81 ജനസംഖ്യ അനുപാതത്തിലാകണം ലോക്സഭാ സീറ്റുകൾ, ഓരോ വോട്ടിനും തുല്യ മൂല്യം ലഭിക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ 17 ലക്ഷം ആൾക്കാർക്ക് ഒരു MP എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശിൽ 30 ലക്ഷം ആൾക്കാർക്കാണ് ഒരു MP. അത് ആസാമിൽ ചെല്ലുമ്പോൾ അങ്ങ് പറയുന്ന ഒക്കെ കൺഫ്യൂഷൻ. ആർട്ടിക്കിൾ 81 എന്താ പറയുന്നത്? ജനസംഖ്യ അനുപാതത്തിലാണല്ലോ ലിമിറ്റിംഗ് ടു മെമ്പേഴ്സ് ടു എത്രയാ അതിന്റെ പരിധി എത്രയാ നിശ്ചയിച്ചിരിക്കുന്നത്? പരിധി നിശ്ചയിച്ചിട്ടില്ല. അനുപാതം ഇല്ല 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 അല്ല. കോമ്പോസിഷൻ ഹൗസ് കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഡയറക്ട്ലി ഇലക്ടഡ് ബൈ സ്റ്റേറ്റ് മാക്സിമം നമ്പർ 530. അത് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം യൂണിയൻ ടെറിട്ടറീസ് മാക്സിമം 20. അത് 1971 അതായത് ആർട്ടിക്കിൾ 81 ഞാൻ വായിക്കും. The Article 81 of Indian Constitution defines the composition of Lok Sabha, the House of the People, limiting it to 530 members from state territorial constituencies and up to 20 from union territories. ഇതിനെയാണ് നിങ്ങൾ അമെൻഡ് ചെയ്യാൻ പോകുന്നത്? അല്ല സാറേ, ഞാൻ പറയട്ടെ. മനു നമ്മൾ ഒരു കാര്യം രണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഈക്വൽ റെപ്രസെന്റേഷൻ വേണം. അതായത് കേരളത്തിൽ 17 ലക്ഷം പേർക്കാണ് ഒരു MP എങ്കിൽ ഉത്തർപ്രദേശിൽ അത് 30 ലക്ഷം പേർക്കാണ് ഒരു MP. ആ അപാകത മാറ്റണമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലയോ? അതായത് മൂല്യ വോട്ടുകൾ 30 ലക്ഷത്തിന് ഒരു MP-യും 17 ലക്ഷത്തിന് ഒരു MP എന്ന് പറയുമ്പോൾ അത് മൂല്യ വോട്ട് ആയിട്ട്. അത് പക്ഷേ ഈ ഡിലിമിറ്റേഷൻ കൊണ്ടുവന്നാലും മാറില്ല. മാറും ഇല്ല. ഇപ്പൊ എത്ര ജനസംഖ്യയുണ്ട്? ജനസംഖ്യയിലല്ലോ ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളും ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യുവൻസിയും 2 വോട്ടർമാരായിട്ടുണ്ടാകും. മനു അങ്ങനല്ല. ഇപ്പോഴത്തെ ജനസംഖ്യ അത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏരിയ വൈസാണ് നിങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാർക്ക് ചെയ്യുക. അത് ഇമ്മീഡിയറ്റ് ആയി അവിടെ ജനസംഖ്യയിൽ മാറ്റം ഉണ്ടാകും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഫ്ലക്ച്വേറ്റിംഗ് ആകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പൊ ആളുകളുടെ വോട്ടർമാരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യാം, കുറയാം, ഡിക്രീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര ആളുകൾക്ക് ഒരു വോട്ടർ എന്ന കൃത്യമായ മൂല്യനിർണ്ണയത്തിലേക്ക് എത്താൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയ പറഞ്ഞില്ലല്ലോ, ഒരിക്കലും കൃത്യമായ മൂല്യത്തിലേക്കല്ല എത്തേണ്ടത്. ഇത് 1971 ശേഷം ഇന്ന് വരെ നമ്മള് ജനസംഖ്യ അനുപാതത്തിൽ ഇത് മാറ്റിയിട്ടില്ല. 543 എന്ന് പറയുന്നത് നിൽക്കുന്നത് 58 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെ 540. ഞാൻ പറയുന്നത് അന്ന് അതാണ് എൻ്റെ ഞാനൊരു വേറൊരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇന്ന് 530 പോലും വേണ്ട. ഇന്ന് 2 ജില്ലയ്ക്ക് ഒരു MP മതി. അത്രയും സാങ്കേതിക സംവിധാനം നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇതൊക്കെ ജനങ്ങളുടെ പുറത്ത് അധിക ഭാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പാർലമെന്റ് കെട്ടേണ്ടി വന്നു. പിന്നെ ഇതിന്റെ പുറത്തുണ്ടാകുന്ന ചെലവുകൾ, ഈ MP-മാരുടെ ചെലവുകൾ, അധിക ചെലവുകൾ, അവരുടെ സ്റ്റാഫ്, അപ്പോയിന്റ്മെന്റ്, യാത്രാഭത്ത, അവരുടെ ശമ്പളം, ഇതെല്ലാം ഇനി ഈ ജനത്തിന്റെ മുകളിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഇത് കുറയ്ക്കാനാണ്, ഭരണ ചിലവ് കുറയ്ക്കുക എന്നതല്ലേ നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. 2 രീതി ചെയ്യാം. ഇതിനെ 2 രീതി ചെയ്യാം. അതായത് നിലവിലുള്ള ജനസംഖ്യ ഡിവൈഡഡ് ബൈ നിലവിലുള്ള MP എന്ന് പറയുമ്പോൾ 27 ലക്ഷമാകും. 27 ലക്ഷത്തിന്റെ കണക്ക് പ്രകാരം കൂട്ടുമ്പോൾ കേരളത്തിൽ 14 MP കാണാവൂ. അപ്പൊ കേരളത്തിലും കുറയും, ബാക്കി എല്ലായിടത്തും കുറയും. 543 അതുപോലെ നിൽക്കും. അത് വേണോ? 850 കൊണ്ടുവന്ന് എല്ലായിടത്തും ഈക്വൽ ആക്കണോ? ഇത്രയുള്ള ചോദ്യം. ഏരിയ ഇതിനകത്തൊരു വിഷയമേ അല്ല. ഏരിയ സെക്കൻഡറി ആണ്. പ്രൈം എന്ന് പറയുന്നത് എത്ര ജനങ്ങൾ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, കാലാകാലങ്ങളിൽ ജനസംഖ്യയിൽ വ്യത്യാസം വരും. അത് ഓരോ 10 വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക്. മാത്രമല്ല നമ്മുടെ സാങ്കേതിക സംവിധാനം 10 കൊല്ലം മുമ്പുള്ളതല്ല, ഭയങ്കരമായി മാറുകയാണ്.
നമുക്ക് 543 നിർത്തണമെങ്കിൽ നിർത്തണം. നിർത്തുമ്പോൾ ഈ 17 ലക്ഷം എന്ന് പറയുന്ന കേരളവും 30 ലക്ഷം എന്ന് പറയുന്ന UP-യും 22 ലക്ഷം എന്ന് പറയുന്ന ആസാമും എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണത്. അപ്പൊ കേരളത്തിലെ MP-മാരുടെ എണ്ണം കുറയണം. അത് കുറയാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് 850 ആക്കാൻ, എല്ലാവർക്കും ശേഖരിച്ചു തരാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ 850. അതുകൊണ്ട് എന്ത് മാറ്റം വരാനാണ്? എല്ലാവരുടെയും ഒരേ പെർസെന്റേജ് പൈസയായി ഇൻക്രീസ് ചെയ്തു. ഇതിൽ എന്താണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കൂടുതൽ ആൾ കിട്ടി? ഇതിൽ ഇവരുടെ എണ്ണം ഈ MP-മാരുടെ എണ്ണം കൂടുന്നു എന്നല്ലാതെ ഈ പാർലമെന്റ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ കലവിലകളിൽ ഒരു കൂടുതൽ കലവിലയിൽ ആള് കൂടുതൽ ആ കലവിലയിൽ പങ്കെടുക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ കാണുന്നതിന്റെ ഒരു അഭിപ്രായമാണ് ഇദ്ദേഹം പറഞ്ഞത്. പലർക്കും ഈ അഭിപ്രായം കാണും, എനിക്ക് അഭിപ്രായമില്ല. അല്ല, ഞാൻ പറയുന്നത് ജനപ്രതിനിധികളുടെ എണ്ണം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണമൊക്കെ മിനിമം ആക്കി വെക്കണം. കാരണം ഇതിൻ്റെ ബേർഡൻ വരുന്നത് സ്റ്റേറ്റ് എക്സ്ട്രക്ചറിലേക്കാണ്, ഇതിൻ്റെ ബേർഡൻ വരുന്നത് പൊതു ഖജനാവിലേക്കാണ്. ഇവരാരും ഒരു സേവന തൽപരരായിട്ട് വരുന്നവരല്ല. ഇവർക്ക് ശമ്പളമുണ്ട്, ഇവർ സേവന താല്പര്യമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ശമ്പളമുണ്ട്, ബത്തയുണ്ട്, മറ്റ് ആനുകൂല്യങ്ങളുണ്ട്, ലോണില്ലാത്ത പലിശയില്ലാത്ത ലോൺ. ഇങ്ങനെ ഒരു വലിയ ബേർഡനാണ് ഈ ജനങ്ങളുടെ മുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഇതും കൂടി പരിശോധിച്ച് നമ്മളിതിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണോ? നമ്മുടെ ജനസംഖ്യ ഇനി അടുത്ത ഒരു 10 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വർദ്ധിക്കാം. ഇതിങ്ങനെ കാലാകാലത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടോ? അതോ സാങ്കേതിക സംവിധാനത്തിൻ്റെ മികവിൽ നമ്മളിത് കുറച്ച് നിലനിർത്തുകയാണ് വേണ്ടത്? അതാണ് എൻ്റെ ഒരു വലിയ ചോദ്യം കേട്ടോ. ഇതിൽ മനു പറയുന്ന അതേ രീതിയിലാണ് ഒരു കാഴ്ചപ്പാടെങ്കിൽ 543 എന്നുള്ളത് അതേ രീതിയിൽ തന്നെ നിർത്തി ആണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് കേരളത്തിലെ MP-മാര് 14 എണ്ണം ആകും. കണക്ക് ശരിയാണോ? 27 ലക്ഷം വെച്ച് കൂട്ടുമ്പോൾ 3.4 ആണ്, 3.4 കോടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ എന്താണ് പറയുന്നത് എസ്റ്റിമേറ്റഡ് ജനസംഖ്യ എന്ന് പറയുന്നത്. 3.5 കോടി എടുത്തു. 3.5 കോടി ഡിവൈഡഡ് ബൈ 27 ലക്ഷം, 14 MP-മാരെ നിൽക്കും. 6 പേരങ്ങ് പോകും വെളിയിൽ. സത്യത്തിൽ അത്ര മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എനിക്കും അതിനോടാ യോജിപ്പ്. പക്ഷെ ഇവിടെ വരുന്ന വിഷയം ഈ വനിതാ റിസർവേഷൻ വരുമ്പം 543 വേണോ 850 വേണോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഈ കോൺഗ്രസ് വടക്കേ ഇന്ത്യയിൽ ഇല്ലാതായി പോയത് കൊണ്ട് വടക്കേ ഇന്ത്യയിൽ സീറ്റുകളൊന്നും കൂട്ടരുതെന്ന് അവര് ശാഠ്യം പിടിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയേണ്ടി വരും. 30 ലക്ഷം പേർക്ക് ഒരു MP ഉത്തർപ്രദേശിൽ, കേരളത്തിൽ 17 ലക്ഷം പേർക്ക് ഒരു MP. എങ്ങനെയാണ് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ? അതിന് മാറ്റം വേണ്ടേ? 2026 നേരത്തെ വന്നിരുന്ന ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം 2026 വരെ ഡീലിമിറ്റേഷൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട്. 2026 അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ് എക്സ്പയർ ആയി കഴിയുമ്പോൾ 2027 ഈ ബില്ല് പിന്നെയും വരും. ഓട്ടോമാറ്റിക്കായിട്ട് പാസ്സായി പോകും പിന്നത്. അപ്പൊ അന്നേരം 850 വരും. ഈ കേരളത്തിലെ 14 ആകും. ബാക്കി സൗത്ത് ഇന്ത്യ മുഴുവൻ കുറയുകയും ചെയ്യും. ഇപ്പോൾ പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ചിരിക്കുന്ന, നമ്മൾ പറയുമല്ലോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഒരു ഓഫറാണത്. അങ്ങനെ എടുക്കാം. ഒരു ഓഫറാണ്. നിങ്ങൾക്കും കുറയില്ല, നമുക്ക് ഒന്നിച്ചു പോകാം. നിങ്ങൾ തയ്യാറല്ലേ? 2027 നോക്കാം. അന്നേരം ആര് ഭരണത്തിൽ ഇരുന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ നിയമപ്രകാരം 2026 നിലവിലുള്ള ഫ്രീസ് ചെയ്തിരിക്കുന്നത് 2026 ഡേറ്റ് എക്സ്പയർ ആകും. 2027 പുതിയ ബില്ല് വരും. 850 MP-മാരാകും. കേരളത്തിൽ 14 ആകും. കർണാടകയിലും കുറയും, സൗത്ത് ഇന്ത്യയിലും കുറയും. കാരണം നമ്മൾ ബർത്ത് കൺട്രോൾ നടത്തിയ സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് അല്ല, ഇത് അങ്ങ് പറയുന്ന പോലെ ഇത് കൃത്യമായ ഒരു ജനസംഖ്യയ്ക്ക് ഒരു MP എന്നത് വളരെ അപ്രായോഗികമായ ഒരു കാര്യമാണ്. ഞാനത് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ലക്ഷദ്വീപിൽ ഒരു MP ആണ്. അവിടെ 47,000 മനുഷ്യരേ ഉള്ളൂ ലക്ഷദ്വീപിൽ, വോട്ടർമാർ അല്ലേ? ഏറെക്കുറെ 50,000 കൂട്ടാം. അപ്പം ഞാൻ നേരത്തെ ഉള്ളൊരു കണക്കനുസരിച്ച് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മൽക്കാജ് ഗിരി 29 ലക്ഷം വോട്ടർമാരാണ്. അപ്പോൾ ഇവിടെ 50,000 വോട്ടർമാരേ ഉള്ളൂ, അവിടെ 29 ലക്ഷം വോട്ടർമാർ. നിങ്ങളിത് എങ്ങനെ ഓൾട്ടർ ചെയ്താലും നിങ്ങൾക്കിത് ഒരു മാച്ചിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഞാൻ പറയാം അതിന്. ഞാൻ എൻ്റെ അറിവ് പറയട്ടെ. കാരണം നമ്മൾ ഈ കൃത്യമായ ജനസംഖ്യ നമ്മൾ ട്രയാങ്കിളും റെക്ടാങ്കിളും ഒക്കെ വരയ്ക്കുന്ന പോലെ കീറി മുറിക്കാൻ നമുക്ക് പറ്റുകയില്ല. അവിടെ കടലിനപ്പുറത്തെ, കരയ്ക്കപ്പുറത്തെ അല്ലെങ്കിൽ മലയ്ക്കപ്പുറത്തെ ഇത്തരം ഒരുപാട് കണക്കുകളൊക്കെ വരും. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്നിടത്ത് നമ്മൾ ഒഴിവാക്കൽ ഇത് ഒരിക്കലും നിങ്ങൾ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഏറ്റവും ഒരു കണക്കനുസരിച്ച് 22 ലക്ഷം വോട്ടർമാരാണ് ഒരിടത്തുള്ളത്. 22,63,961. ഇതിന് നിങ്ങൾ ഡാമൻ ആൻഡ് ദിയുവിലെ 1 ലക്ഷം വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇതിന് നിങ്ങൾ 22 കഷ്ണങ്ങളാക്കണം. അവിടെ 22 MP-മാർ വരണം ജനസംഖ്യാ അനുപാതത്തിൽ ഒരേപോലെ വരണമെങ്കിൽ.
അത് അല്ല, പ്രായോഗികമല്ലെന്നാണ് ഞാൻ അങ്ങനെയല്ല. മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതായാലും നമുക്കിത് തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. ശ്രീ KG കുമാർ. ഹലോ. യെസ്. ഹലോ. ഈ ഈ ഈ ഈ പിന്നെ ഈ പ്രതിപക്ഷ നേതാവിന് രാഹുൽ ഗാന്ധിക്ക് വേണമെന്നുണ്ടെങ്കിൽ യോജിക്കാം, യോജിക്കാതിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് എന്താന്ന് വെച്ചാൽ അതൊക്കെ പറയാം. അതല്ലാതെ ഈ വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം മോഡി മായാജാലക്കാരനാണ്. ഇത് മായാജാലക്കാരനാണെങ്കിൽ ഇയാൾ ഇന്ദ്രജാലം പഠിക്കണമെന്നേ. ഇയാൾക്ക് ഒരു ചെറിയ മാജിക് പോലും അറിയാത്തത് കൊണ്ടല്ലോ ഇയാളുടെ പാർട്ടി ഇപ്പം പിന്നെ ഈ പൊടി പോലും ഇല്ലാത്ത ചില സ്ഥലത്ത് 1300 കിലോമീറ്റർ കിടന്ന് ജോഡോ യാത്ര നടത്തിയിട്ട് അവസാനം 19 സീറ്റുള്ളത് 8 മാറ്റിയ മഹാനല്ലേ. ഇയാൾക്ക് മോഡിയെ കുറ്റം പറയാൻ എന്ത് അവകാശമുള്ളത്? ഇതിനകത്ത് സാങ്കേതികമായിട്ടുള്ള പോരായ്മ കാണിക്കാനുള്ള വിവരം വേണം. അല്ലാതെ പിന്നെ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞ് കയറി ഇരുന്നിട്ട് കുറെ പ്രസംഗിച്ചിട്ട് മറുപടി പറയുന്നത് കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നതാണോ? ഒരുമാതിരി ചന്ത പിള്ളേരുടെ സ്വഭാവമല്ലയോ കാണിക്കുന്നത്? ഇതേപോലുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ കോൺഗ്രസ്? ഇതേപോലുള്ള പണിയാണ് കാണിക്കുന്നത്. പക്ഷേ ശരി, ശ്രീ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഉത്തരേന്ത്യയിൽ സീറ്റില്ല എന്ന ഒരു തുറന്ന സമ്മതിക്കലാണോ ഒടുവിൽ ഇതിനെ എതിർക്കുന്നതിലൂടെ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും സമ്മതിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടിക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. 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 ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് മണിമല വഴി പോയിരുന്നു കേട്ടോ. അപ്പോൾ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാനങ്ങനെ വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ എവിടെയും പോയതല്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ മണിമല കണ്ടു. അപ്പോൾ മണിമല സർവീസ് സഹകരണ ബാങ്കൊക്കെ ഒരു പച്ച പെയിൻ്റ് അടിച്ച് അവിടെ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ അങ്ങ് അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഓർത്തു ഒരു മനോഹരമായ ഒരു ആറ് അതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്ന. അതെ അതെ അതെ, നല്ല പ്രദേശമാണ്. അപ്പം ഞാനിങ്ങനെ ഓർത്തു വളരെ പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല മനുഷ്യർ. പക്ഷേ ഞാൻ പിന്നെ അവിടെ കുറച്ച് വൈകി. ഇപ്പോൾ ഞാൻ പോയ പദ്ധതി യാത്ര തന്നെ വൈകി. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങനെ അന്വേഷിച്ചേനെ. പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഓർത്തു. ഒന്നും ചോദിക്കണ്ട, മണിയിൽ ഇറങ്ങിയിട്ട് കൃഷ്ണൻകുട്ടിയുടെ വീട് ഓട്ടോറിക്ഷ കാര്യം വെച്ചാൽ അവർ വീട്ടിൽ കൊണ്ടുവരും. ആണോ? കാര്യമുള്ളൂ. ഏതായാലും ഞാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന മനോഹരമായ സ്ഥലം. അതെ, ഞങ്ങളെല്ലാം നല്ല പ്രദേശം, ഞങ്ങൾ നല്ല ആൾക്കാർ. അതാണ് മണിയുടെ പ്രത്യേകത. അത് ശരിയാണ്, ഞാൻ അതിനോട് 100% യോജിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ ശ്രീ കൃഷ്ണൻകുട്ടിക്ക് എന്ത് തോന്നുന്നു? ഇത് പാസ്സാകുമോ പാസ്സാകില്ലയോ എന്നുള്ളൊരു ആശങ്ക അവിടെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് പാസ്സാകുകയില്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇത് അനവസരത്തിലുള്ളതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന് നല്ലൊരു ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇതിനകത്ത് രണ്ടു കൂട്ടരും പറയുന്നതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരിടത്ത് 50,000 ജനങ്ങൾക്ക് ഒരു MP, മറ്റിടത്ത് 30 ലക്ഷം ജനങ്ങൾക്ക് ഒരു MP എന്ന് പറയുമ്പോൾ അസന്തുലിതാവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ ചെയ്യേണ്ട ഒരു നടപടി ഏത് രീതിയിലാണെന്നുള്ള ചർച്ച നടന്നിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഭരണകക്ഷി ഇത് കൊണ്ടുവന്നത് അവരുടെ തന്നെ ഉദ്ദേശം, വേറെ പല ഉദ്ദേശങ്ങളുള്ള ഒരു കക്ഷിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഭാവിയിൽ അവരുടെ ഭൂരിപക്ഷം അവർക്ക് ഭരിക്കാൻ കിട്ടുന്ന കാലയളവ് ഒക്കെ അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. അതിനുവേണ്ടി അവർ ദൂരെ കൂട്ടി എറിയുന്ന ഒരു സംഗതിയാണ് ഇപ്പോഴത്തെ ഈ ബില്ല്. നോക്കൂ, നമുക്കിപ്പോ ഈ ഉത്തരേന്ത്യയിലെ ആൾക്കാരുടെ MP-മാരുടെ എണ്ണം വെച്ച്, ഇനി വരാൻ പോകുന്ന എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാല് അവരുടെ മാത്രം എണ്ണം വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിലെ മൊത്തം, ദക്ഷിണേന്ത്യയിലെ മൊത്തം MP-മാരെ എതിർത്താൽ പോലും അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ പാർലമെന്റിൽ പാസ്സാക്കി എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അല്ല, ഇനി വരുമ്പോ അതിലും കഠിനമായിരിക്കും. ശതമാനത്തിന് കണക്കാണെങ്കിൽ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. അല്ല, നമ്പറാണ് മാറുന്നത്. നമ്പർ മാറി കഴിയുമ്പോൾ അത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ പല. അല്ല, ഇപ്പോഴും ആ ഭവിഷ്യത്ത് തന്നെ. കേരളത്തിന് 20 MP-മാരുണ്ടാകുമ്പോൾ ഉത്തർപ്രദേശിന് 80 MP-മാരുണ്ട്. ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ മൊത്തം MP-മാരുടെ എണ്ണം കൂട്ടിയാൽ, സൗത്ത് ഇന്ത്യയിലെ മൊത്തം എടുത്താലും ഇപ്പോൾ കേരളം നമുക്കെടുക്കാം. കേരളം 20, തമിഴ്നാട് 39, ആന്ധ്ര പ്ലസ് തെലുങ്കാന എടുത്താൽ 42. ഇതെല്ലാം കൂടി കൂട്ടിയാലും ഉത്തർപ്രദേശ് ആവില്ല, ആ 80 ഉണ്ട്. ഉത്തർപ്രദേശിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, ഉത്തരേന്ത്യയിലെ മൊത്തം എടുത്താൽ പിന്നെ അതിനേക്കാൾ ഇതാവും. ബീഹാറിൽ 40 ഉണ്ട്, രാജസ്ഥാനിൽ 25 ഉണ്ട്, മഹാരാഷ്ട്രയിൽ 48 ഉണ്ട്. ഇപ്പോഴും ആ പ്രശ്നമില്ല, ഇപ്പോഴും അത് കൂട്ടിയാൽ കൂടില്ല. അവരുടെ ശക്തി പ്രദേശങ്ങളിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നടത്തി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്.
അതെ, ഇനി അത് കൂടുതൽ ശക്തമാണെന്നാണ് എന്റെ ഇനി എങ്ങനെ കൂടുതൽ? ഇതേ പെർസെന്റേജ് അല്ലേ വരുന്നത്? ഇതേപോലെ തന്നെയാണ് അവിടെ വരുന്നത്. പെർസെന്റേജ് കണക്കാക്കി കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നിലവിൽ പാർലമെന്റില് കേരളത്തിന് എത്ര പെർസെന്റേജ് ആണ് ഉള്ളത്, അതിൽ കുറയുകയേ ഉള്ളൂ, കൂടൂല. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, പെർസെന്റേജ് സെയിം തന്നെ, അംഗങ്ങളുടെ എണ്ണം വിചാരിച്ചത്ര കൂടില്ല. അതായത് ഉത്തർപ്രദേശിന്റെ അത്ര കിട്ടില്ല. കേരളത്തിന് ഒരു 10 സീറ്റ് കിട്ടും, ഉത്തർപ്രദേശിന് 40 സീറ്റും കിട്ടും. അതുപോലെ തന്നെ റിസോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നല്ലൊരു അസന്തുലിതാവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ എത്ര ശതമാനം നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അതൊരു വിഷയമാണല്ലോ. അത് ഈ പറഞ്ഞ ഈ സത്യസന്ധമല്ലാത്ത രീതിയിൽ ഇവര് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ള കാര്യമാണ്, ഉറപ്പുള്ള കാര്യമാണ്. ഇനി അവര് ഇതുപോലുള്ള വേറുകൃത്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാല് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത സംസ്ഥാനങ്ങളുടെ നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് വരാൻ പോണത്. അതിന് ചെയ്യേണ്ടിയിരുന്നത്, എന്റെ അഭിപ്രായത്തില് ഇവര് ചെയ്യേണ്ടിയിരുന്നത് ഈ ഇങ്ങനെ ഒരു, അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഫലത്തിൽ അപ്പൊ ഇത് തുറന്നു സമ്മതിക്കുകയാണ് ഇന്ത്യ മുന്നണി അടുത്ത 2029 അധികാരത്തിൽ വരാനൊന്നും സാധ്യതയില്ല, BJPക്ക് തന്നെയാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇത് ഈ പറയുന്ന നമ്മൾ രണ്ടു കൂട്ടരും തർക്കിക്കുന്ന വിഷയങ്ങളിൽ എല്ലാം അവിടെ ഇവിടെയും സത്യങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ നടപ്പിലാക്കണമെന്നും സംസ്ഥാനങ്ങൾക്കെല്ലാം അവർക്ക് കിട്ടുന്ന രീതിയിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള കാര്യം ഇത് 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ബില്ല് വരുന്ന കാര്യം തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ പാർലമെന്റിലെ MP-മാർക്ക് ബില്ല് കിട്ടിയതും മിനിയാന്നോ മറ്റൊന്നാണ്. അത് നല്ലൊരു ചർച്ച, ഒരു 6 മാസത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കി അതിന്റെ വരുംവരാഴികൾ കണക്കാക്കി വളരെ പാകതയോടെ അത് പാസ്സാക്കി എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അത് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഈ വനിതാ ബില്ല് വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയല്ല വേണ്ടിയിരുന്നത്. ഇപ്പൊ ചെയ്യുന്നത് വനിതാ ബില്ല് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പരിപാടിയാ. വനിതാ സംവരണം വേറെ, ഈ ഡീലിമിറ്റേഷൻ ബില്ല് വേറെ. ആ രീതിയിലാണ് അത് കാണേണ്ടത്. ഒരു 6 മാസത്തെ ചർച്ചയ്ക്കെങ്കിലും വെക്കണം അത്. അതിനുശേഷം നല്ലൊരു മച്ചുവറായിട്ടുള്ള പക്വതയുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലാണ് ഇത് കൊണ്ടുപോകേണ്ടത്. അല്ല 1-2 ദിവസം പെട്ടെന്ന് വാശിയോടെ പാർലമെന്റിൽ ചർച്ച ചെയ്ത് ബഹളം വെച്ച് കുറെ പേർ ഒച്ചയും വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു കാര്യമല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വനിതാ ബില്ല് പാസ്സാവുകയും വേണം. കാരണം ഇത് പണ്ട് കോൺഗ്രസ് ശരിക്കും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഇത് പണ്ടേ പാസ്സായി പോകേണ്ട കാര്യമാണ് വനിതാ സംവരണം. അതിനകത്ത് കോൺഗ്രസും കുറെ കള്ളകളി പണ്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും അത് പാസ്സാവാതെയും പാർലമെന്റിലും അസംബ്ലിയിലും ഒന്നും വനിതകൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം കിട്ടാത്തത്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണ്, വേറെ ആർക്കുമല്ല. അവരാരും ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് ഈ വനിതാ സംവരണ ബില്ല് പാസ്സാവുകയും ഡീലിമിറ്റേഷൻ ബില്ല് ഒരു 6 മാസത്തെ ചർച്ചയ്ക്ക് വെച്ച് നല്ല പാകതയും പക്വതയുള്ള രീതിയിൽ അത് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ശ്രീ അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. നമസ്കാരം. വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ അനിയൻകുട്ടൻ? ഞാൻ സാറ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എഴുമിറ്റ് എന്ന് പറഞ്ഞാൽ പനമറ്റത്തുകാവ് എന്ന് പറഞ്ഞാൽ കേഴുവേട്ട വിഷു അല്ലേ, അടിപൊളി പരിപാടിയല്ലേ. കേഴുവേട്ട സ്ഥലമാണ് എഴുമിറ്റൂര് പനമറ്റത്തുകാവ് ദേവീക്ഷേത്രം. അത് ശരി. സാറ് കേട്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ കേട്ടിട്ടില്ല. എന്നാൽ അടുത്ത വർഷം സാറിനെ ഞങ്ങൾ ഇങ്ങോട്ട് ഞാനിപ്പം ക്ഷണിക്കുക. ഓഹോ, വിഷു ദിനത്തിൽ ഇവിടെ വരണം. വിഷു കണി കാണാനൊക്കെ പറ്റിയ സ്ഥലം ഇതാണ്, ക്ഷേത്രം അല്ലേ? പിന്നെ അവിടെ വിഷു എന്ന് പറഞ്ഞാൽ കോലത്തിന്റെ ഒരു നമുക്ക് കഴിഞ്ഞ കൊല്ലം കൊടുത്ത കോലം പോലെ ഈ പ്രാവശ്യം തുള്ളി തീരാത്ത പോലുള്ള കോലങ്ങൾ അവിടെ വന്ന് അതുപോലെ കോലങ്ങളുണ്ട്. അത് ശരി. അപ്പൊ വിഷു ഒക്കെ ഗംഭീരമായി ശ്രീ അനിയൻകുട്ടൻ ആഘോഷിച്ചു അല്ലേ? ആഘോഷിച്ചു. ഈ വർഷം ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്ത പ്രാവശ്യം സാറ് വരണം, നമുക്ക് ഇടയ്ക്ക് സംസാരിക്കാം. തരുമല്ലോ സാറ്? തീർച്ചയായിട്ടും വരും അടുത്ത വർഷം. വരും. ഈ തർക്കമൊക്കെ ലോക്സഭയിൽ നടക്കുന്ന തർക്കമൊക്കെ കാണുമ്പോൾ ശ്രീ അനിയൻകുട്ടൻ എന്ത് തോന്നുന്നു? സാറേ അത് നേരത്തെ ഇവിടെ വനിതാ സംവരണ ബില്ല് ഇവര് കൊണ്ടുവന്നല്ലേ 2023 അല്ലേ? അത് അന്ന് നടപ്പാക്കാൻ അന്ന് പ്രതിപക്ഷം പൂർണ്ണ സജ്ഞമായിരുന്നല്ലോ. ഇപ്പൊ ഈ കൊണ്ടുവന്ന ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ചെന്ന് ഒന്നും പറയാനില്ല. കേന്ദ്രത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അത് നമുക്കെല്ലാം അറിയാം. അത് ഇപ്പം പിന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നാണ്യവിള വിലയില്ലായ്മ, അതുപോലെ എല്ലാ രീതിയിലും അടിച്ചു തകർന്ന് കിടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഓടി ചെന്ന് അങ്ങോട്ട് ചെന്ന് ഓരോ രൂപ പെട്രോളിന്റെ പെട്രോളിന്റെ വില കുറയ്ക്കുക, നിത്യോപസാറിന്റെ വില കുറയ്ക്കുക. പോളിംഗ് കഴിഞ്ഞ ഉടനെ ഓരോ രൂപ വെച്ച് വീണ്ടും കൂട്ടിക്കൊണ്ട് പോവുക. ഇത് അവിടെ ചെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക എന്നുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കൊണ്ടുവന്ന ഒരു ബില്ലാണിത്. അതൊരു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും പ്രതിപക്ഷം പറയുന്നുണ്ട് കഴിഞ്ഞ ബില്ല് കൊണ്ടുപോകാം, പിന്തുണയ്ക്കാം. പക്ഷെ അത് കൊണ്ടുപോകാൻ ഒക്കെയില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് സ്ത്രീകളെ പറ്റിച്ച് വോട്ട് തട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അമിത്ഷായ്ക്കും ഈ നമ്മുടെ പ്രധാനമന്ത്രിക്കും. അതുകൊണ്ട് എന്തോ നേട്ടമുണ്ട്? സ്ത്രീകളെ പറ്റിക്കുകയല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെ പിണറായി വിജയൻ ചുറ്റി കൊടുത്ത് ഭരണം പിടിച്ച പോലെ ഇത് പിന്നെ സ്ത്രീകളെ പറ്റിച്ച് വോട്ട് മേടിക്കുക, അധികാരം നേടുക, ഇവർക്ക് അത് മാത്രമുള്ള ലക്ഷ്യം. അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകളെ നന്നാക്കാനോ ഇവിടെ രാജ്യത്തെ നന്നാക്കാനോ ഒന്നും ഇവർക്ക് യാതൊരു ലക്ഷ്യമില്ല. ഇവർക്ക് നിലനിന്ന് പോവാ, ഇവരുടെ ഭരണം ഇവരുടെ കയ്യിൽ നിന്ന് നിലനിർത്തി പോവാ.
അത് ആ ഒറ്റ ലക്ഷ്യം വെച്ചോണ്ട് ഈ ബില്ലെന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധ ബില്ലാണ്. ഇതിപ്പോ വോട്ട് കിട്ട് കഴിയുമ്പോൾ കണ്ടോ യൂട്ടേൺ അടിച്ച് കണ്ടത്തേക്കോട്ട് ഇറങ്ങി ഓടും അമിത്ഷായും മോദിയും. എനിക്കിതിനെ പറയാവൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സുരേഷ് അജയ്കുമാർ സംസാരിച്ച വിഷയത്തിൽ താങ്കൾ പറഞ്ഞ MP-മാർ കൂടിയാൽ ചിലവ് കൂടും, അത് സത്യം. അപ്പോൾ ഞാൻ പറയുന്നത് MP-മാർ കൊടുക്കുന്ന വേതന വ്യവസ്ഥകൾ കുറയ്ക്കണം എന്ന് എന്നോട് സുരേഷ് പറയുക കേട്ടോ. അത് നല്ലതാണ്. വേതന വ്യവസ്ഥകൾ കുറയ്ക്കണം. 1/3 of 850 is more than 1/3 of 540. So more women representation, support delimitation എന്ന് ജോയ് മാത്യു എന്നോട് പറയുന്നു. ഓക്കെ, യൂണിയൻ സ്റ്റേറ്റ്സായ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലെയും സെൻറ്റർമാരുടെ എണ്ണം സെയിമാണ്. അതുപോലെ ഇന്ത്യയിലും വരണം, എന്നാൽ മാത്രമേ സ്റ്റേറ്റുകൾക്ക് തുല്യ പരിഗണന ലഭിക്കൂ എന്ന് എന്നോട് അജിത് കുമാർ മാറോളി പറയുന്നുണ്ട്. ഷെബീന സുൽഫി കുറേ ദിവസമായി അവരായിട്ട് സംസാരിച്ചിട്ട്, ഏതായാലും ഷെബീന സുൽഫി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വെറുതെ വിമൺ എംപവർമെൻറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നു. ഇയാളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരൊറ്റ MP മതി, എന്നിട്ട് ഗൂഗിൾ മീറ്റ് നടത്തിയാൽ മതിയോ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അല്ല, അതെ, ഞാൻ അങ്ങനെ നിങ്ങളതിൻ്റെ ഈ എക്സ്ട്രീമിലേക്ക് എടുക്കണ്ട. എങ്കിൽ ഒരാൾക്കൊരു MP എന്ന നിലയിൽ ഇന്ത്യയിൽ 130 കോടി MP-മാർ ആവശ്യമുണ്ടോ എന്നാൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. അപ്പോൾ അജിത് കുമാർ മാറോളിയുടെ ആ തമാശ ഞാൻ അതേ തമാശയായിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ, അല്ലാതെ ഒരാൾക്കൊരു MP വേണം എന്നില്ലല്ലോ. ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ MP-യെ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലല്ലേ കാണുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും കാണണമെങ്കിൽ അപ്പോൾ ഇത് ഒരു പദ്ധതി ഒരു പ്രദേശത്തേക്ക് നടപ്പിലാക്കാനല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള MP-മാർക്ക് അതിന് പറ്റുന്നില്ലേ, എത്തുന്നില്ലേ, അവിടെ എങ്ങനെ മാറ്റം വരണം എന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ ഈ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസം എന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കി എന്നേ ഉള്ളൂ. അപ്പോൾ 1/3 of 850 is more than 1/3 of 540. So women representation, support delimitation എന്ന് എന്നോട് ജോയ് മാത്യു പറയുന്നു. ഇന്ത്യക്കാർ MP ആകാതെ ഇരുന്നാൽ മതി എന്ന് പറയുന്നു. കേരളത്തിൽ ഒരു MP മതി എന്നാണ് അരുൺ കണ്ണൻ പറയുന്നത്. എന്നിട്ട് ചിരിക്കുകയാണ്. അത്രയും സാമ്പത്തിക ലാഭം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള അംഗങ്ങൾ ആദ്യം തുല്യത കൊണ്ടുവരട്ടെ, എന്നിട്ട് മാറ്റാം എന്ന് സെബീന പറയുന്നുണ്ട്. ഓക്കെ, പാർലമെൻറ്റിൻ്റെ മന്ദിരം പണിയുമ്പോൾ തന്നെ മോദി ഇത് തീരുമാനിച്ചാണ്, അതുകൊണ്ടാണ് പുതിയ പാർലമെൻറ്റ് കൃത്യമായി നിർമ്മിച്ചത് എന്ന് അജിത് കുമാർ മാറോളി പറയുന്നു. എപ്പിക് എക്സ് എന്നോട് പറയുന്നു BJP ടെസ്റ്റിംഗ് ഡോസ് 2026 സീറ്റ് നിയന്ത്രണം അവസാനിക്കുമ്പോൾ 2021, 2011 സെൻസസ് വെച്ച് സീറ്റ് അറേഞ്ച് ചെയ്താൽ പോലും കേരളത്തിൽ സീറ്റ് കുറയും. അങ്ങനെ കുറയുമ്പോൾ റെസ്പോൺസ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്ന് പറയുന്നു. പൊതുവേദി നിർത്തി ലൈവ് പോകാം എന്ന് പറയുന്നു. ഓക്കെ, പ്രസന്നൻ മാള ചുരുങ്ങിയ വാക്കുകളിൽ. യെസ്, നമസ്കാരം സാർ. ഹലോ. ഈ പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ തന്നെ ഈ സർക്കാരിന് ഈ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാവുന്നത്. പിന്നെ സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങളെ എതിർക്കുക എന്ന് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഒരു ധർമ്മമായിട്ട് കരുതി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല അതിന് ആ കാര്യത്തില്. അതായത് 29 പാർലമെന്റ് ഇലക്ഷന്റെ വർക്ക് ഇപ്പോഴേ മോദി സർക്കാർ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇനിയിപ്പോ ബില്ല് പാസ്സായാലും മോദി ഗവൺമെന്റിന് ഗുണം, പരാജയപ്പെട്ടാലും മോദി ഗവൺമെന്റിന് ഗുണം. കാരണം ഈ പ്രസംഗിക്കുമ്പോൾ പറയാലോ, ഞങ്ങൾ വനിതയ്ക്ക് ഗുണകരമായ ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷം അതിനെ എതിർത്തു എന്ന് പറയാലോ. അപ്പൊ അതൊരു വെട്ടിലാക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് നോക്കിയും കണ്ടും അത് നല്ല കാര്യങ്ങൾ ഇതുപോലുള്ള അനവധി കാര്യങ്ങൾ വരുമ്പോ ശരിയായ നിലപാടെടുക്കാൻ പ്രതിപക്ഷം ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ശരി, അപ്പൊ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. മാത്രമല്ല നമുക്ക് ആ ലോക്സഭയിൽ നിന്ന് നേരിട്ടുള്ള ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. നമുക്ക് എന്താണ് ലോക്സഭയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള മുഴുവൻ ചിത്രങ്ങളും ന്യൂസ് 18 നൽകും. ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു കേട്ടോ. എന്താണ് BJPയുടെ അടുത്ത തന്ത്രം, ആ നീക്കം എന്ത് എന്നൊക്കെയുള്ളൊരു ചർച്ചയാണ് നടത്തിയിരുന്നത്. അപ്പോൾ പ്രതിപക്ഷ നിലപാടിന് ജനപിന്തുണ ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ 70% ആളുകൾ നമ്മുടെ കേരളത്തിൽ മലയാളികൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനോട് യോജിക്കുന്നു. 30% ആളുകൾ പിന്തുണ ലഭിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൻ്റെ അന്തിമ ഫലം എന്ത് എന്നത് വളരെ ജിജ്ഞാസയോടുകൂടി മറ്റെല്ലാവരെ പോലെ ഞാനും ഉറ്റുനോക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു തീരുമാനം ആയതിനു ശേഷം നാളെ വിഷയം വീണ്ടും നമുക്ക് പൊതുവേദിയിൽ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്യാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നന്ദി, നമസ്കാരം.